നമ്മൾ നിയമസഭയിലേക്കാണ് ആദ്യം പോകുന്നത്. നിയമസഭയിൽ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ച ഇന്നും തുടരുമെന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയം ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷം ആ പ്രമേയത്തെ പിന്തുണയ്ക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ധനബില്ല് നാളെ സഭയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച ദുരൂഹ ഇടപാട് ഇടം പിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ PMAYയിൽ മന്ത്രി KM ഷാജിയുടെ നിലപാട് ഉൾപ്പെടെയുള്ളവയും ഇന്ന് സഭയിൽ ഉയർന്നുവരും. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം സഭയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും നിയമസഭ തുടരുകയാണ്, ധനാഭ്യർത്ഥന ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത് നാളെ ധനബില്ല് നിയമസഭയിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. അതിലാണല്ലോ വിവാദമായ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്, നികുതി ഘടന ഇടം പിടിച്ചിരിക്കുന്നത്. നൃപൻ, സഭയെ ചൂടുപിടിപ്പിക്കുകയാണോ വിവാദങ്ങൾ? തീർച്ചയായും മനു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ സഭയിൽ വരുന്നുണ്ട്. ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയാണ്. ചർച്ചയിൽ നിയമസഭയിൽ MLA-മാർ സമാനമായ വിവാദ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും വകുപ്പ് മന്ത്രിമാർ സ്വാഭാവികമായി അതിന് മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഈ വിവാദ വിഷയങ്ങളിൽ നിന്ന് മന്ത്രിമാർ ബോധപൂർവമുള്ള മൗനം പാലിക്കുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വലിയ നികുതി ഇളവിൻ്റെ വിവാദം നടക്കുന്നു. കോൺഗ്രസിനകത്തും KPCCയിലും തർക്കമുണ്ട്, UDF-നുള്ളിൽ തർക്കമുണ്ട്. മുൻ KPCC അധ്യക്ഷൻ VS സുധീരൻ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയവും മറ്റൊന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസും ഇക്കാര്യത്തിൽ നയപരമായ കാര്യങ്ങൾ പാർട്ടിയാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന പരസ്യ അഭിപ്രായം പറയുന്നു. പക്ഷേ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള M. ലിജു കഴിഞ്ഞ ദിവസത്തെ ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ വിവാദ വിഷയങ്ങൾ ബോധപൂർവം ഒഴിവാക്കി. പലതരത്തിലുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. കാരണം ക്യാബിനറ്റ് അറിയാതെ, വകുപ്പ് മന്ത്രി അറിയാതെയാണോ ഇത്തരത്തിലൊരു വിഷയം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന തരത്തിൽ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഉൾപ്പെട്ടത് എന്ന ചോദ്യം ന്യായയുക്തമായ ചോദ്യമണ്. ഇതിലടക്കം വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനം ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ മറുപടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ഇക്കാര്യങ്ങളിൽ നയപരമായ തീരുമാനങ്ങൾ പാർട്ടി തീരുമാനിക്കും. ഇത് അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ, നികുതി ഇളവ് നൽകുകയാണെങ്കിൽ അതായിരിക്കും ഈ നികുതി എന്ന മറുപടിയിലാണ് അദ്ദേഹം ഒതുക്കിയത്. പക്ഷേ അതിനുശേഷം UDF-ൻ്റെ യോഗം ഇതുവരെ ചേർന്നിട്ടില്ല. നാളെയാണ് ഫിനാൻസ് ബില്ല് വരുന്നത്. നാളെ ഫിനാൻസ് ബില്ലിൽ ഇത് ഉൾപ്പെടുകയാണെങ്കിൽ, കരടിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്, അത് ഉൾപ്പെടുത്തിയാണ് അംഗീകരിക്കുകയാണെങ്കിൽ എന്തിനാണ് പിന്നെ UDF-ൻ്റെ യോഗത്തിൻ്റെ പ്രസക്തി എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വിവാദ വിഷയങ്ങൾ നിരവധിയുണ്ട്. ഇന്നും നേരത്തെ മനു മുഖവരയായി പറഞ്ഞതുപോലെ ധനവിനിയോഗ ബില്ലിൽ മേലുള്ള ചർച്ചയാണ്. വിവിധ വകുപ്പുകളിലെ അലോട്ട്മെന്റ് സംബന്ധിച്ച ചർച്ചകളും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇന്ന് സ്വാഭാവികമായി ഉണ്ടാകും. ഒപ്പം തന്നെ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ആശങ്ക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രമേയം ഇന്ന് സഭയിൽ വരും. അതിൽ സ്വാഭാവികമായും പ്രതിപക്ഷവും ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഇക്കാര്യത്തിലുണ്ടാവും. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കരിമണൽ ഖനനം, ഒപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാദം, സമീപ ദിവസങ്ങളിലുണ്ടായ വലിയ വിവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതു സർക്കാർ ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള തിട്ടൂരത്തെ അതിജീവിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്കിടയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. കേന്ദ്രം നിർദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വീടുകൾക്ക് മുന്നിൽ പരിമിതമായ തുകയാണ്, അതിൽ കോടിക്കണക്കിന് രൂപ ഇപ്പോഴും സംസ്ഥാനത്തിന് നൽകാനുണ്ട്. ആ വിഹിതത്തിൽ ഏറ്റവും മാന്യമായ ഈ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ലൈഫ് പദ്ധതി പ്രകാരം 5,25,000-ലധികം വീടുകൾ വെച്ച് നൽകിക്കഴിഞ്ഞു. 1,50,000-ലധികം വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ചത് ഇപ്പോഴും തുടരുകയാണ്. അതിൽ മാന്യമായ അടച്ചുറപ്പുള്ള ഭവനം എന്ന പദ്ധതി വളരെ ഭംഗിയായി നടപ്പിലാക്കിയ സംസ്ഥാനത്ത് പോലും ചെറിയൊരു വിഹിതം കേന്ദ്ര സർക്കാർ നൽകിയ ശേഷം മോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും മുദ്രകൾ വീടുകൾക്ക് മുന്നിൽ പതിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KM ഷാജിയുടെ ഒരു വിവാദ പ്രസ്താവന വന്നിരുന്നു. അങ്ങനെ പണം കിട്ടുന്നതിന് വേണ്ടി, കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി വീടുകൾക്ക് മുന്നിൽ ഒരു ഫോട്ടോയോ അവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് ഒരു ലോഗോയോ വെക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് നയപരമായി തന്നെ
രണ്ട് സർക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായി ആ മന്ത്രിയുടെ പ്രസ്താവന. കാരണം അത് സൗജന്യമല്ല, ഔദാര്യമല്ല, ജനങ്ങൾക്ക് അവരുടെ അവകാശമാണ് എന്നാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതു സർക്കാർ പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായും വിനിയോഗ ബില്ലിൽ വകുപ്പുകളെ സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ പരാമർശം ഇന്നുമുണ്ടാവും. ആ പരാമർശത്തിൽ KM ഷാജി എന്ത് മറുപടിയാണ് സഭയിൽ പറയുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ മനു മുഖവരയെ സൂചിപ്പിച്ചതുപോലെ ഫിനാൻസ് ബില്ല് നാളെയാണ് വരിക. കരടിൽ ഇതുണ്ട്. അത് കരടിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി പാസ്സായാൽ ഈ കമ്പനികൾക്ക് ഈ കോടതിയിൽ പോകാനുള്ള അവകാശം ലഭിക്കും. പിന്നെ UDF വിചാരിച്ചാൽ പോലും അത് ഒഴിവാക്കാനാകില്ല. നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദിക്കുന്നതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇതിപ്പോൾ ധനബില്ലിന്റെ ഭാഗമായാലും UDF-ലും മുന്നണിയിലുമൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമേ കൂടുതൽ തീരുമാനങ്ങൾ വരികയുള്ളൂ എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ധനബില്ലിന്റെ ഭാഗമായാൽ സ്വാഭാവികമായും ആ നികുതി ഘടന സംസ്ഥാനത്തിന് നിലവിൽ വരുന്ന സാഹചര്യമല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒരു മദ്യ കമ്പനിക്ക് വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കണം എന്ന ആഗ്രഹമുണ്ടായാൽ സ്വാഭാവികമായും അവർക്ക് കോടതിയിൽ പോയാൽ പിന്നെ UDF യോഗത്തിനോ UDF-ന്റെ നിലപാടിനോ എന്ത് പ്രസക്തി? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ നൃപൻ? മനു, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഡ്ജറ്റും അതുമായി ബന്ധപ്പെട്ട അലോക്കേഷനും ഒപ്പം തന്നെ ഫിനാൻസ് ബില്ലും വരുന്നത്. ഫിനാൻസ് ബില്ലിൽ ഒരു നികുതി നിർദ്ദേശം വന്നാൽ സ്വാഭാവികമായും അത് സർക്കാരിൻ്റെ നയമായി അംഗീകരിക്കേണ്ടി വരും. ഒപ്പം തന്നെ അങ്ങനെ ഏതെങ്കിലും മദ്യ കമ്പനിക്കോ അതനുസരിച്ചുള്ള നികുതി ഘടന അനുസരിച്ച് വിൽപ്പനയ്ക്കുള്ള ആ സാങ്കേതികമായ അനുമതി നൽകേണ്ടത് സർക്കാരാണ്. അതിൻ്റെ പ്രൊസീജിയർ വീണ്ടും സർക്കാർ പാലിക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ നികുതി ഘടന നിശ്ചയിച്ചാൽ ആ നികുതി ഘടന അനുസരിച്ച് വിൽപ്പന നടത്താൻ കഴിയുന്ന മദ്യ കമ്പനികൾ, അതായത് വീര്യം കുറഞ്ഞ ഈ മദ്യ കമ്പനികൾക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ കോടതിയിൽ വീണ്ടും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെ നിയമവ്യവഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് എന്തിനാണ് ഈ ഒളിച്ചുകടി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ന്യായമായി ചോദിക്കുന്നത്. പ്രതിപക്ഷം മാത്രമല്ല, മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള VM സുധീരനും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ തന്നെ സമാനമായ അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞതാണ് ഇത് UDF ചർച്ച ചെയ്ത് മാത്രം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കൂ എന്ന കാര്യം. അങ്ങനെ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം ഉള്ളപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് വളരെ വ്യക്തമായി പറയാൻ കഴിയുന്നില്ല? ഇപ്പോൾ UDF ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട്, എതിരഭിപ്രായമുണ്ട്, സർക്കാർ മദ്യനയം തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന അഭിപ്രായത്തോടുകൂടി ധനബില്ലിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ ധനബില്ലിൽ ഒഴിവാക്കാൻ കരടിൽ അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല. ധനബില്ലിൽ ഇത് ഒഴിവാക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും മറുപടി പ്രസംഗത്തിൻ്റെ ഏകദേശം 1 മണിക്കൂറോ അരമണിക്കൂറോ നീണ്ട മറുപടി പ്രസംഗത്തിൽ പോലും അദ്ദേഹം പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പറയുന്നത്. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് എന്താണ്? സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്നതാണ്. ഈ റെയർ എർത്ത് കോറിഡോർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം തന്നെ ഈ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ ഏൽപ്പിച്ച് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാം. കോടിക്കണക്കിന് രൂപയുടെ, മില്യൺ കണക്കിന് കോടിയുടെ ധാതു സമ്പത്താണ് കേരളത്തിൽ തീരദേശത്തുള്ളത്. 600 കിലോമീറ്റർ നമ്മുടെ ഈ കടൽ തീരപ്രദേശമുണ്ട്. അത് നമുക്ക് പരമാവധി വിനിയോഗിക്കാം. അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്ത് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ റെയർ എർത്ത് കോറിഡോറുമായി ബന്ധപ്പെട്ട പദ്ധതിയെ സംബന്ധിച്ച് പ്രത്യേക വിഷം തന്നെ വച്ചു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ PK കുഞ്ഞാലിക്കുട്ടി ഇത് പാടെ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് തന്നെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് ഈ ഖനനം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നേയില്ല. സ്വകാര്യവൽക്കരണം എന്ന സമീപനമോ സ്വകാര്യ നിക്ഷേപമോ സർക്കാർ ക്ഷണിക്കുന്നില്ല. ആലപ്പുഴയെ സംബന്ധിച്ച് തീരദേശത്തെ സംബന്ധിച്ച് കടലിനെ തൊടാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഇതേ സമീപനമല്ല ബഡ്ജറ്റ് പ്രസംഗത്തിലും തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. അത് വീര്യം കുറഞ്ഞ മദ്യത്തിലാകട്ടെ, ഈ ധാതു സമ്പത്തുമായി ബന്ധപ്പെട്ട ഖനനത്തിലാകട്ടെ, സ്വകാര്യ നിക്ഷേപത്തിലാകട്ടെ, ഈ PM ശ്രീ പദ്ധതിയാകട്ടെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പരസ്പര വിരുദ്ധമായ മറുപടിയുമായിട്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സഭയിലൊരു നിലപാട് സ്വീകരിക്കുന്നു, പുറത്തൊരു നിലപാട് സ്വീകരിക്കുന്നു, പാർട്ടിയിലൊരു നിലപാട് സ്വീകരിക്കുന്നു, മുന്നണിക്കും അകത്ത് മറിച്ചൊരു നിലപാട് സ്വീകരിക്കുന്നു. ഒരേ പ്രസംഗത്തിൽ അരമണിക്കൂർ പ്രസംഗിക്കുമ്പോൾ തന്നെ തുടക്കത്തിലൊന്നും അവസാനിപ്പിക്കുന്നതും മറ്റൊന്നും. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ തരത്തിലെ ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. VS സുധീരൻ കഴിഞ്ഞ ദിവസവും ഈ ധനകാര്യ ബില്ലിൽ ഇത് ഉൾപ്പെടുത്തും എന്ന നിലപാട് വന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും പ്രതിഷേധം ശക്തമാണ്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം തന്നെ പരസ്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇന്നും നാളെയുമായി നടക്കുന്ന സഭാ സമ്മേളനത്തിൽ ധനവിനിയോഗ ബില്ലും ഒപ്പം തന്നെ ഫിനാൻസ് ബില്ലുമായി ബന്ധപ്പെട്ട ഈ അന്തിമ ബില്ലിൽ ഈ നിലപാടുണ്ടാകുമോ എന്ന കാര്യം കേരളം ഉറ്റുനോക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ മാത്രം പ്രതിഷേധമല്ല,
ഭരണപക്ഷത്തിനുള്ളിൽ മുന്നണിക്കകത്ത് പാർട്ടിക്കകത്ത് ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഈ സാമ്പത്തിക ഉത്തേജനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നികുതി വിഭവ സമാഹരണമല്ല, മറിച്ച് പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്ന് പുതിയൊരു വിഷനാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞത്. അത് സ്വകാര്യവൽക്കരണമാണ്, കരിമണൽ ഖനനമാണ്. ഇത്തരം അദ്ദേഹത്തിൻ്റെ ഏവിയേഷൻ ഹബ്ബും ഒപ്പം തന്നെ തുറമുഖ നഗരവും തുടങ്ങിയിട്ടുള്ള കടലും ആകാശവും ഭൂമിയും ഒരുപോലെ വിൽക്കുന്ന പദ്ധതിയായിരുന്നു. ആദ്യ ബഡ്ജറ്റിൻ്റെ പ്രസംഗത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം വച്ച പുതിയ വിഷനുകളുടെ ഭാവി എന്തായിരിക്കും, ധനസമാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പുതിയ മാർഗം എന്തായിരിക്കും, പരമ്പരാഗതമായ സങ്കല്പങ്ങളിൽ നിന്ന് ഉടച്ചു വാർക്കലാണ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ്. ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ബഡ്ജറ്റ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഈ ഓപ്ഷനുകളെല്ലാം വലിയ തരത്തിലുള്ള എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിഞ്ഞു പോവുകയാണ്. അത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മറുപടി പ്രസംഗത്തിൽ തന്നെ വ്യക്തമായി. അപ്പോൾ പുതിയ മാർഗം എന്താണ്? അദ്ദേഹം വലിയ ഉത്തേജന പാക്കേജ് പ്രഖ്യാപിക്കുന്നു, കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കും എന്നാണ് മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ധനമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാൻ കഴിയില്ല, ധാതുമണൽ വിൽക്കാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ തുറമുഖ നഗരം പദ്ധതി പോലുള്ള വിഷയങ്ങളിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ കഴിയില്ല, സ്വകാര്യവൽക്കരണത്തിന് എതിരാണ് എന്ന കാര്യം വി എസ് സുധീരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പുതിയ ഓപ്ഷൻ എന്താണ് എന്ന കാര്യം കൂടി ഈ സഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗങ്ങളിൽ നിന്ന് വ്യക്തമാകും. അതുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുമോ, കോൺഗ്രസ് പാർട്ടിക്കും മുന്നണിക്കും വഴങ്ങുമോ, അദ്ദേഹത്തിൻ്റെ കൈവശം പ്ലാൻ എ കഴിഞ്ഞാൽ ബിയും സിയും ഉണ്ടോ എന്നതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മനു. ശരി.